എല്ലാവർക്കും ഹാപ്പി വിഷു. ഇതാണ് നമ്മൾ വാങ്ങിച്ച പടക്കങ്ങൾ. ഇനി നമുക്കിതെല്ലാം പൊട്ടിക്കാം. പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ ലാത്തിരി പുത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ മനസ്സെ ആസ്വദിക്കൂ ആവോളം. അങ്ങനെ എല്ലാവരും പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എനിക്കും നല്ല ആഗ്രഹമായി. പിന്നെ ഞാൻ ഒരു വടിയിൽ കമ്പിത്തിരി കത്തിച്ച് വെച്ചിട്ട് പൂക്കിച്ച് കത്തിച്ചു. അങ്ങനെ അമ്മ എന്നെ രാവിലെ വിളിച്ചിട്ട് കണിയൊക്കെ കാണിച്ചു. ഇതാണ് നമ്മുടെ വിഷുക്കണി. നിങ്ങൾക്ക് ഇഷ്ടായോ? നമുക്ക് താഴത്തെ കളി കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ തറവാട്ടിലൊക്കെ പോയിട്ട് വിഷുക്കണിയൊക്കെ കണ്ടായിരുന്നു. അവിടെ കുറേ മുല്ലപ്പൂക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ച് കോർത്തിട്ട് തലയിലൊക്കെ കുത്തിയിട്ട് അമ്പലത്തിൽ പോകാനായിരുന്നു പ്ലാന്. നമ്മൾ പോകുന്നത് നോക്കി റോക്കി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനോട് നമ്മൾ ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി വിഷുവിൻ്റെ കാർഡ് കൊടുത്തപ്പം റോക്കി മോന് ഞാൻ ഒരു കാർഡ് ഉണ്ടാക്കിയായിരുന്നു. അത് അവന് കൊടുത്തു. അങ്ങനെ നമുക്ക് കുറച്ച് പേരെടുത്തു നിന്നൊക്കെ വിഷു കൈനീട്ടം കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കുളിച്ച് വിഷുക്കോടിയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോയി. നമ്മൾ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലാണ് പോയത്. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് കഴിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അച്ഛൻ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് സ്റ്റാച്ചു പോലെ നിന്നത്. പക്ഷേ അച്ഛൻ വീഡിയോ ആണ് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ട് റീൽസൊക്കെ എടുത്തു. അങ്ങനെ വീണ്ടും നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് അവിടുന്നും കുറേ റീൽസും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇതൊക്കെയാണ് ഫോട്ടോസ്. അവിടെ നല്ല വയലൊക്കെ ഉണ്ട് കേട്ടോ. ഈ റീൽസൊക്കെ നമ്മൾ ഷോർട്സ് ആക്കിയിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഹായ് ഗൈസ്, നമ്മൾ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ റോക്കി മോനെയും കണി കാണിപ്പിച്ചു.
അപ്പം നമ്മളിതാ കണി വെച്ച സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകും. അതുകൊണ്ട് നിങ്ങൾ വിഷു ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ കാണുക. അപ്പോൾ ലൈക്കൊക്കെ ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി തൊട്ടടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ.